നമസ്കാരം. കണ്ണൂർ സർവകലാശാലയിൽ ഇന്ന് നടന്നത് തെരുവ് യുദ്ധം. സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പാണ് ബാലറ്റ് യുദ്ധത്തിന് പകരം തെരുവ് യുദ്ധമായത്. ചോരക്കളി വരെ എത്തി കാര്യങ്ങൾ. കാൽവെട്ട് കേസ് പ്രതികളെ ജയിലിലേക്ക് ആഘോഷത്തോടെ യാത്രയാക്കിയതിന് ശൈലജ ടീച്ചർ നേതൃത്വം നൽകിയത് കഴിഞ്ഞ ദിവസമാണ്. അതേപ്പറ്റി പി ജയരാജൻ എന്ന് പറഞ്ഞത് യാത്രയാക്കാൻ കഴിയാഞ്ഞതിന്റെ സങ്കടം ജയിൽ സന്ദർശനം നടത്തി തീർക്കും എന്നാണ്. അകമ്പടി പോലീസ് മദ്യസദ്യ ഒരുക്കുന്ന കൊടിസുനി സുഖവാസം നടത്തുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ പി ജെയുടെ അത്രയും ഉറച്ചതായിരുന്നില്ല ശൈലജ ടീച്ചറുടെ വാക്കുകൾ. എവിടെയൊക്കെയോ ടീച്ചറിന് പതറി. ജയിൽ യാത്രയപ്പ് ഇല്ലായിരുന്നെങ്കിലും അതിന്റെ കേട് തീർക്കുന്ന വരവേൽപ്പ് മഹോത്സവം കണ്ടത് പി ദിവ്യയുടെ കാര്യത്തിലാണ്. പാർട്ടി കുടുംബമായിട്ടും നവീൻ ബാബുവിന്റെ ഭാര്യ നീതിക്കായി തെക്ക് വടക്ക് നടക്കുന്നു. അങ്ങനെ വിചിത്രമായ പല കാഴ്ചകളും സമ്മാനിച്ച് മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ല പുതിയ ചരിത്രം രചിക്കുകയാണോ? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. വല്ലാത്തൊരു കണ്ണൂരോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മുസ്ലിം ലീഗിൽ നിന്ന് PK നവാസ്, മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് T അസഫ് അലി, CPM സഹയാത്രികൻ റജി ലൂക്കോസ് എന്നിവരാണ് സ്പെഷ്യൽ എഡിഷനിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നത്. ആദ്യം ശ്രീ T അസഫ് അലി, കണ്ണൂരിൽ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വാർത്താ പ്രാധാന്യം നേടിയ നിയമലംഘനങ്ങളുടെ സംഭവങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഈ തുടക്കഘട്ടത്തിൽ നേതാക്കന്മാരുടെ പ്രതികരണ രൂപത്തിൽ അതങ്ങ് കാണുകയും ചെയ്തു. എന്താണ് കണ്ണൂരിലൂടെ ഈ സർക്കാരും CPM-ഉം കേരളത്തിന് നൽകുന്ന സന്ദേശം? ഈ ഇന്നത്തെ ചർച്ചയുടെ തലക്കെട്ട് തന്നെ ഒരു വിചിത്രമായി തോന്നുന്നു. വല്ലാത്തൊരു കണ്ണൂരോ? കണ്ണൂരിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഏതുപോലെയെന്ന് പറഞ്ഞാൽ, കള്ളവണ്ടി കയറിയാൽ കൊടും ശിക്ഷ കിട്ടും എന്ന് പറഞ്ഞാൽ വണ്ടി കള്ളമല്ല, അതിൽ കയറി യാത്ര ചെയ്യുന്ന, ടിക്കറ്റ് എടുക്കാണ്ട് യാത്ര ചെയ്യുന്ന കള്ള വണ്ടി കയറി എന്ന് പറയുന്നത് ടിക്കറ്റ് ചെയ്യാണ്ട് യാത്ര ചെയ്യുന്ന യാത്രക്കാരെയാണ് കുറ്റം പറയേണ്ടത്. കണ്ണൂർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും അതിനുശേഷവും കേരളപ്പിറവിക്ക് ശേഷം ഒരുപാട് പാരമ്പര്യമുള്ള മഹാരഥന്മാർക്ക് ജന്മം കൊടുത്ത ഒരു ജില്ലയാണ്. പക്ഷേ കേരള ഗവൺമെൻറ്, ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാരിൻ്റെ പിടിപ്പുകേട് ശരിക്കും പ്രതിഫലിക്കുന്നത് കണ്ണൂരിൽ കൂടിയാണ്. കാരണം അവിടെയാണ് ഭരണസിരാകേന്ദ്രം മുഖ്യമന്ത്രി. ഉദാഹരണമായി കേരളത്തിൽ മൊത്തം നടക്കുന്ന പിടിപ്പുകേടിൻ്റെയും കൊള്ളരുതായ്മകളുടെയും ഭരണത്തിൻ്റെ പോരായ്മകളുടെയും കഴിവുകേടിൻ്റെയും എല്ലാറ്റിൻ്റെയും പ്രകടനം ആദ്യം ആരംഭിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ കാര്യമെടുക്കാം. ഇന്ന് കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആ ക്യാമ്പസിൽ നടന്ന നരനായാട്ട് പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ മൊത്തം ചിത്രം പരിശോധിച്ചാൽ അക്കാഡമിക് രംഗത്ത്, അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത്, സ്റ്റുഡൻറ് പൊളിറ്റിക്സിൻ്റെ രംഗത്ത്, അക്കാഡമിക് രംഗത്ത് നമ്മൾ പരിശോധിച്ച് നോക്കൂ. കേരളത്തിൽ മൊത്തം വ്യാജ ബിരുദങ്ങൾ, വ്യാജ PhD-കൾ, ചോദ്യക്കടലാസ് ചോർച്ച, പരീക്ഷാ തട്ടിപ്പ്, ഇത് വ്യാപകമായി നടക്കുന്നു അക്കാഡമിക് രംഗത്ത്. അതിൽ കണ്ണൂരും കുറവല്ല. വ്യാജ PhD നൽകിയ സംഭവങ്ങൾ, നിരവധി സംഭവങ്ങൾ കണ്ണൂരിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട്. ഇനി ഭരണരംഗത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ സിൻഡിക്കേറ്റ് സെനറ്റിലേക്കുള്ള നിയമനത്തിൻ്റെ പേരിൽ മൊത്തം സംസ്ഥാനത്ത് നടക്കുന്നതിൻ്റെ ഒരു പ്രതിഫലനം കണ്ണൂരിലും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് സ്റ്റുഡൻസ് പൊളിറ്റിക്സിൻ്റെ കാര്യത്തിലും യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരുടെ സംഘടനകളുടെ അപ്രമാദിത്യങ്ങൾ, അത് കണ്ണൂർ സർവകലാശാലയിലും പ്രകടമാണ്. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചില്ലേ, നമ്മൾ ജയിലുകളിൽ നടക്കുന്ന ഭീകര താണ്ഡവങ്ങൾ. ഈ കൊടിസുനി എന്ന് പറയുന്ന ആ ഗ്യാങ്, അവർ കണ്ണൂർ ജില്ലയിലെ ഒരു ജയിലിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അവർക്ക് മദ്യം വിളമ്പാൻ അവസരമുണ്ടാക്കി കൊടുത്തത്. ഇവരെല്ലാം ആരാണ്? പഴയ CRPC ആണെങ്കിൽ, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ ആണെങ്കിൽ, ഈ ഹാർഡ് കോർ ക്രിമിനൽസ്, കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച
മർഡർ കേസിലും അതുപോലുള്ള ഹീനമായ കുറ്റകൃത്യത്തിലും ശിക്ഷിക്കപ്പെട്ട തടവുകാരെ കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ, കോടതിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ കയ്യാമം വെക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. സുപ്രീം കോടതിയുടെ നിരവധി വിധികളുണ്ട്. കോടതിയുടെ അനുമതി വേണം. പുതുതായി കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത അനുസരിച്ച് 43(3) എന്ന് പറയുന്ന ഒരു വകുപ്പ് ഹാബിച്വൽ ഒഫൻഡർ, അതുപോലെ തന്നെ റിപ്പീറ്റ് ഒഫൻഡർ, അതുപോലെ തന്നെ മർഡർ കേസിലെ തടവുകാർ, ശിക്ഷിക്കപ്പെട്ട തടവുകാർ അവരെ കയ്യാമം വെക്കണമെന്നാണ് നിയമം. നമുക്ക് ഓർമ്മയുണ്ടോ, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത നിലവിൽ വരുന്നതിന് മുമ്പ് കോഴിക്കോട്ടെ MSFന്റെ ഒരു സമരം നടത്തിയ വിദ്യാഭ്യാസ മന്ത്രിക്ക് കരിങ്കൊടി കാണിക്കുമെന്ന് സംശയത്തിന്റെ പേരിൽ ഒരു അഭിഭാഷകനായ ചെറുപ്പക്കാരനെ, മറ്റൊരു MSFന്റെ നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോകുമ്പോൾ കയ്യാമം വെച്ച ഒരു പോലീസും സർക്കാരുമാണ് നമ്മുടെ സംസ്ഥാനത്തിൽ ഉള്ളത്. ആ MSF നേതാക്കന്മാർക്ക് കയ്യാമം വെച്ച പോലീസ് ഹാർഡ് കോർ ക്രിമിനലായ, ഒരു ടെററിസ്റ്റായ, ഒരു ഭീകരനായ തടവുകാരനെ ജയിലിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവന് പരിരക്ഷ നൽകുകയാണ് പോലീസ്. പോലീസിന്റെ കാവലിലാണ് ഈ തടവുകാരൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ മദ്യം വിളമ്പുന്നത്, അദ്ദേഹം മദ്യപിക്കുന്നത്. കേരളത്തിലെ ജയിലുകളിൽ നടക്കുന്ന സംഭവം എന്നാണ്. കണ്ണൂർ ജയിലിൽ മാത്രമല്ല, ആ ജയിലുകളെല്ലാം ജയിൽ ഉദ്യോഗസ്ഥന്മാർ തടവുകാരും, തടവുകാരെല്ലാം ജയിൽ മേധാവികളുമായിട്ടാണ് അവിടെ വിലസുന്നത്. ഗോവിന്ദച്ചാമിയുടെ സംഭവം ഇന്ത്യയിൽ നടന്നിട്ടുണ്ടാവോ? അങ്ങനെ ഒരു സംഭവം എങ്ങനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദച്ചാമിക്ക് അനായാസം പുറത്തുപോയി പട്ടണത്തിൽ കൂടി വിരസാൻ അവസരമുണ്ടാക്കി കൊടുത്തു? അതിന് കേസെടുത്തു. ഗോവിന്ദച്ചാമിക്കെതിരെ ആളുകളെ കണ്ണിൽ പൊടിയിടാൻ ജീവപര്യന്തം തടവിന് ശിക്ഷ ഒരു തടവുകാരനെതിരെ പോലീസ് കേസെടുത്തു. ആ കേസിൽ ആദ്യത്തെ ദിവസം തന്നെ കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം കുറ്റം സമ്മതിച്ചാൽ ഏറി വന്നാൽ 2 കൊല്ലം തടവ്. ആ തടവ് അയാൾ ജയിലിൽ പോകേണ്ടി വരില്ല, അയാൾ എല്ലേ തന്നെ ജയിലിലാണ്. എന്തുകൊണ്ടാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഗോവിന്ദച്ചാമിക്ക് അനായാസം പുറത്തു പോകാൻ അവസരമുണ്ടാക്കി കൊടുത്ത? അവിടെ ഒരു ലോക്കൽ സൂപ്പർവൈസർ ഉണ്ട്, അതുപോലത്തെ സെൽ മാനേജറുണ്ട്, ജയിൽ സൂപ്രണ്ടുണ്ട്, പ്രിസൺ മാനേജറുണ്ട്. ഇവരാരെയും പോലീസ് കേസെടുത്തില്ല. അവരെ കേസെടുത്തിട്ട് ശിക്ഷിപ്പിക്കേണ്ടതാണ്, അവരെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടതാണ്. ഈ ഗോവിന്ദച്ചാമി പോലുള്ള ഹാർഡ് കോർ ക്രിമിനലിന് 1 വർഷം പാടുപെട്ട് അദ്ദേഹം ഈ വേല ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ സെല്ലിലെ ഈ ഇരുമ്പഴികൾ മുറിക്കാൻ വേണ്ടി. അത് ജയിൽ ഉദ്യോഗസ്ഥന്മാർ അറിയില്ല എന്ന് പറഞ്ഞാൽ അതിന് അവസരം ഒരുക്കി കൊടുത്ത കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഉന്നതന്മാരെ പോലീസ് സ്പർശിക്കുന്നില്ല. പിന്നെ എല്ലാ വിചാരണയും കഴിഞ്ഞ്, വിചാരണ കോടതി കഴിഞ്ഞ്, ഹൈക്കോടതിയും കഴിഞ്ഞ്, സുപ്രീം കോടതിയും കഴിഞ്ഞ് തടവ് ശരിവെച്ച് കഴിഞ്ഞാൽ, ശിക്ഷ ശരിവെച്ച് കഴിഞ്ഞാൽ അവർ ജയിലിലെത്തുന്നു. അവർ പിന്നെ കാണുന്ന എന്താണ്? അനായാസം അവർക്ക് പരോൾ ലഭിക്കുന്നു, അവരെ ശിക്ഷ ഇളവ് ചെയ്യുന്നു. കേരളം കണ്ട ഏറ്റവും വലിയൊരു ഭീകരാക്രമണമാണ്, ഞാൻ എപ്പോഴും പറയുന്നതാണ്, BJP നേതാവായിരുന്ന KT ജയകൃഷ്ണന്മാരുടെ വധം. അതൊരു ടെററിസ്റ്റ് അറ്റാക്കാണ്. 15ഓളം കൊച്ചു കുഞ്ഞുങ്ങളെ മുന്നിൽ വെച്ച് ഒരു അധ്യാപകനെ വെട്ടി നുറുക്കിക്കൊന്നു. ആ അധ്യാപകന്റെ പുസ്തകത്തിലേക്കാണ് ചോരയും ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ പുസ്തകത്തിലേക്കാണ് ചോരയും തലച്ചോറും തെറിച്ച് വീണത്. ആ കേസിലെ തടവുകാരുടെ സ്ഥിതി നിങ്ങൾ അറിയുമോ? തലശ്ശേരി കോടതി തൂക്കി വിധിക്കാൻ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തു. ഹൈക്കോടതി അത് ശരിവെച്ചു. സുപ്രീം കോടതിയിൽ വിലപിടിപ്പുള്ള അഭിഭാഷകന്മാരെ വെച്ച് അത് ജീവപര്യന്തം തടവാക്കി. പിന്നെ നമ്മൾ കാണുന്ന എന്താണ്? ശിക്ഷ ഇളവ് ചെയ്തു കൊടുത്തു കേരള സർക്കാർ. അപ്പൊ കേന്ദ്രത്തിൽ മോഡി ബിൽക്കിസ് ബാനുവിനെ കൊന്ന കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് ചെയ്ത് കൊടുത്ത് മാന്യന്മാരായി മഹത്വവൽക്കരിക്കുമ്പോൾ, അവർക്ക് സ്വീകരണം നൽകുമ്പോൾ അതിനെ വിമർശിക്കുന്നവരാണ് കൊലക്കേസിൽ ഹാർഡ് കോർ ക്രിമിനലുകൾ കോടതി ശിക്ഷിച്ച സുപ്രീം കോടതി വരെ ശരിവെച്ച ഒരു തടവിനെ കുറിച്ചാണ് ഈ CPMന്റെ നേതാക്കന്മാർ പറയുന്നത്. അവർ നിരപരാധികളാണ്. അവർ കോടതിയിൽ ശിക്ഷിക്കപ്പെട്ടിട്ട് പിന്നീട് അവരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോടതിയിൽ നിരപരാധിത്വം തെളിയിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ
അവരെ മഹത്വവൽക്കരിക്കുകയാണ്. അപ്പൊ കണ്ണൂർ എന്ന് മാത്രം പറഞ്ഞുകൂടാ. കണ്ണൂരിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഭീകരതക്ക് ഉത്തരവാദി സംസ്ഥാനം ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ തലവനാണ്, ആ പാർട്ടിയുടെ നേതാക്കന്മാരാണ്. അതാണ് താഴെക്കടയിലേക്ക് പെർക്കലേറ്റ് ചെയ്യുന്നത്. ഗോവിന്ദസ്വാമിക്ക് ഞാൻ അങ്ങയിലേക്ക് വരാം. അങ്ങ് ആദ്യം സൂചിപ്പിച്ചത് ഈ കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ നരനായാട്ടാണല്ലോ അങ്ങ് ഉപയോഗിച്ച വാക്കാണത്. ശ്രീ നവാസ് അവിടെ ഉണ്ടായിരുന്നല്ലോ. ആ ഘട്ടത്തിൽ എല്ലാ സംഭവങ്ങൾക്കും നവാസ് സാക്ഷിയുമാണ്. പക്ഷെ അതുപോലെ തന്നെ സാക്ഷിയായ ഒരാളാണ് കെ രാഗേഷ് പറയുകയുണ്ടായി, അതുപോലെ തന്നെ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും അവരൊക്കെ പറയുകയുണ്ടായി, പോലീസ് നരനായിട്ട് നടത്തി, അത് SFIക്കാരുടെ നേർക്കായിരുന്നു എന്ന് മാത്രമല്ല രാഗേഷ് വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു നവാസെ, അങ്ങയുടെയും ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകും, എവിടെയെങ്കിലും പരിക്കേറ്റ MSFകാരനെ കാണിക്കാമോ എന്ന്. മാത്രമല്ല അദ്ദേഹം വന്നതൊരു ആശുപത്രിയിൽ നിന്നാണ്, അവിടെ SFIക്കാരൻ്റെ തലയ്ക്ക് പരിക്കേറ്റിരിക്കുകയാണ്. അപ്പോൾ ആക്രമണം അഴിച്ചുവിട്ടത് മുഴുവൻ നിങ്ങളാണ്, പോലീസ് പക്ഷപാതപരമായി സംരക്ഷിച്ചതും നിങ്ങളെയാണ് എന്നാണ് രാഗേഷും SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ പറഞ്ഞത്. അങ്ങനെയല്ല എന്നതിന് എന്താണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ന്യായം? ശ്രീ വേണു, ഞങ്ങൾക്ക് ആദ്യം അത്ഭുതമാണ് ഇവരുടെ പ്രതികരണം കേൾക്കുമ്പോൾ തോന്നിയത്. എനിക്ക് തോന്നുന്നു മലയാളികൾ ആരും ഈ പ്രതികരണം കേട്ട് അവരെ വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കകത്തൊരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അക്രമം അഴിച്ചുവിടുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? 26 വർഷമായി ഒരു പോസ്റ്റ് പോലും മറ്റൊരു സംഘടനയ്ക്ക് ജയിക്കാൻ അനുവദിക്കാതെ ചെങ്കോട്ടയായി SFI കൊണ്ടു നടക്കുന്ന സർവകലാശാലയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി. മറ്റെല്ലാ യൂണിവേഴ്സിറ്റികളും പലപ്പോഴായി ഞങ്ങൾ ജയിക്കാറുണ്ടെങ്കിലും കണ്ണൂർ സർവകലാശാലയിൽ SFI അല്ലാത്ത മറ്റൊരു സംഘടനക്കും ഒരു പോസ്റ്റിലും ജയിക്കാൻ കഴിയാറില്ല. അവിടെ ഞങ്ങൾ സംഘർഷമുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ ശ്രീ വേണു? ഇനി നിങ്ങൾ തന്നെ പറഞ്ഞ വാചകം കടമെടുത്താൽ അങ്ങനെ സംഘർഷം ഉണ്ടാക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ ആരാ ഈ പോലീസ് പ്രൊട്ടക്ഷൻ വാങ്ങിച്ചത്? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം എന്ന് ആവശ്യപ്പെട്ടത് MSFന്റെ ജില്ലാ എക്സിക്യൂട്ടീവ് കാൻഡിഡേറ്റ് ആണ്. ഞങ്ങൾ കൊടുത്ത ഹർജിയിലാണ് കോടതി വിധിയായത്. അത് നവാസ് ഇന്ന് മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നത് കേട്ടു. പക്ഷേ നവാസ് പറഞ്ഞൊരു പൊരുത്തക്കേട് അപ്പോഴുണ്ടായിരുന്നു. ഈ പോലീസിനെ പറ്റിയുള്ള നിങ്ങളുടെ നിലപാട് എന്താണ്? അത് SFIക്ക് വേണ്ടിയും CPMന് വേണ്ടിയുമുള്ള അകമ്പടി സേനയാണെന്നല്ലേ? പക്ഷെ അതേ പോലീസിന്റെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ കോടതിയിലേക്ക് പോയത്. അതിലൊരു പൊരുത്തക്കേടില്ലേ നവാസെ ആ പറയുന്നതിൽ? അല്ല, ഞങ്ങളുടെ പൊരുത്തക്കേടല്ല, ഞങ്ങൾ കൂടുതൽ ജാഗ്രതയാണത്. കാരണം കേവലം പോലീസ് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരികയാണെങ്കിൽ അത് ഏകപക്ഷീയമായി SFIക്ക് അനുകൂലമാകുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു ഗൈഡ് ലൈൻ ഉണ്ടായാൽ അതിൻ്റെ ജാഗ്രത പോലീസിന് കാണിക്കേണ്ടി വരും. അതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചാൽ ഞങ്ങൾക്ക് അടുത്ത ദിവസം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും പരാതി നൽകാം. ഈ പോലീസുകാർ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഈ പോലീസ് സംവിധാനത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ആഭ്യന്തര വകുപ്പിന് മുകളിലേക്കൊരു നിയന്ത്രണം ഞങ്ങൾക്കുണ്ടാകണം എന്ന ആഗ്രഹത്തിൽ, നീതിപൂർണമായ ഒരു നിയന്ത്രണം ഉണ്ടാകണമെന്ന ആഗ്രഹത്തിലാണ് ബഹുമാനപ്പെട്ട കോടതിയെ ഞങ്ങൾ സമീപിച്ചത്. ആദ്യഘട്ടത്തിൽ ഈ സംഘർഷത്തിന്റെ ആദ്യ ദൃശ്യങ്ങൾ വരുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം പോലീസ് വളരെ രൂക്ഷമായി SFI പ്രവർത്തകരുടെ നേർക്ക്, അവിടെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകാൻ വന്നിരിക്കുന്ന ആളുകൾക്ക് അടക്കം നേർക്ക് കയർത്തോട് സംസാരിക്കുന്നതൊക്കെ ആയിരുന്നു. അതെന്തുകൊണ്ടാകും? അത് നിങ്ങൾ ആ സ്പോട്ടിലില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ റിപ്പോർട്ടറെ വിളിച്ച് ചോദിച്ചാൽ അറിയാം. യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ച പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിരാവിലെ 8:30 മണിയോടുകൂടി ഞങ്ങളുടെ UECമാരൊക്കെ കൗൺസിലർമാരൊക്കെ വോട്ട് ചെയ്യാനെത്തി. SFIയുടെ കൗൺസിലർമാർ വൈകിയാണ് എത്തിയത്. സ്വാഭാവികമായി ലൈനിൽ ആദ്യം നിൽക്കുന്നത് ഞങ്ങളാണ്. അതൊരു ജനാധിപത്യ മര്യാദയാണ്. ആദ്യം വരുന്നവർക്ക് ആദ്യം വോട്ട് ചെയ്യാൻ അവസരം ഉണ്ടാവും. പക്ഷേ കണ്ണൂരാണ്, ഇതൊരു ചെങ്കോട്ടയാണ്, ഞങ്ങളുടെ മണ്ണാണ് എന്ന് പറഞ്ഞ് അവർ ഞങ്ങളുടെ UECമാരെ തട്ടിമാറ്റി മുമ്പിലേക്ക് കയറാൻ വരുന്നൊരു ഘട്ടത്തിലാണ് ആദ്യത്തെ തർക്കം ഉണ്ടാകുന്നത്. അവിടെ പോലീസിന് എന്നല്ല ആർക്കായാലും ആ നിലപാടല്ലേ സ്വീകരിക്കാനേ പറ്റുള്ളൂ. ആ നിലപാടല്ലേ സ്വീകരിക്കേണ്ടത്. ഇനി അത് മാത്രമാണോ? നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഞങ്ങളുടെ ഒരു UEC ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പരാതി കൊടുത്തിരിക്കുകയാണ്. ഞങ്ങളുടെ ഒരു UECയും ഒരു സഹപ്രവർത്തകനെയും തട്ടിക്കൊണ്ടുപോയി. അതിൻ്റെ മൊബൈൽ ഇപ്പോഴും അവരുടെ കയ്യിലാണ്. ഇന്ന് SFIയുടെ സെക്രട്ടറി ഏതോ ഒരു വീഡിയോ പുറത്തുവിട്ട് പറഞ്ഞു ഞങ്ങൾ ആരെയും തട്ടിക്കൊണ്ടുപോയിട്ടില്ല എന്ന്. എനിക്കറിയില്ല ആരുടെ വീഡിയോ അദ്ദേഹം പുറത്തുവിട്ടത്. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ആധികാരികമായി മീഡിയ വൻ്റെ ഫ്ലോറിലാണ് ഞാൻ പറയുന്നത്, ഞങ്ങളുടെ സഹപ്രവർത്തകൻ്റെ മൊബൈൽ ഫോൺ ഇപ്പോഴും SFIയുടെ കയ്യിലാണ്. അത് ട്രാക്ക് ചെയ്യാൻ പോലീസിൻ്റെ കയ്യിൽ സംവിധാനമുണ്ട്. വിത്തിൻ ഹവേഴ്സ് ഇത് പിടിക്കാൻ വേണ്ടി കഴിയും. ഞങ്ങൾ SFIയെ വെല്ലുവിളിക്കുന്നു, സാധ്യമാകണം. കണ്ണൂർ നഗരത്തിലെ ഈ യൂണിവേഴ്സിറ്റിയുടെ കോമ്പൗണ്ടിൽ വെച്ച് 2 വിദ്യാർത്ഥികൾ തട്ടിക്കൊണ്ടുപോവുക. ഇനി അതുമാത്രമല്ല, അത് തട്ടിക്കൊണ്ടുപോയ ശേഷം ഞങ്ങൾ ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് എന്ന് പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഞങ്ങൾക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു സർവകലാശാല, ഞങ്ങൾക്ക് എല്ലാ പോസ്റ്റും ജയിക്കാൻ കഴിയുന്ന ഒരു സർവകലാശാല, അവിടെ എന്തിനാണ് ഞങ്ങൾ UECമാരെ തട്ടിക്കൊണ്ടുപോകുന്നത്? അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് മീഡിയ വണ്ണിന്റെ ക്യാമറമാൻ ഉൾപ്പെടെ പകർത്തിയ ചിത്രം
അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് വരി നിൽക്കുന്ന ഇടത്ത് നിന്ന് അവരുടെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനാർത്ഥി ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകയുടെ ബാലറ്റും ID കാർഡ് വാങ്ങി ഓടുന്നത്. നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്, അല്ലാതെ അത്ലറ്റിക്സ് ഒന്നല്ലല്ലോ നടക്കുന്നത്. വാങ്ങിയിട്ട് ഓടുകയാണ്. പോലീസുകാരെ സ്വാഭാവികമായിട്ട് ഓടിപ്പോകുന്ന കുട്ടിയെ കണ്ട് മറ്റുള്ളവർ കൂക്കി വിളിക്കുമ്പോൾ പോലീസ് പിടിച്ചു വെക്കുകയാണ്. പോലീസ് പിടിച്ചു വെക്കുമ്പോൾ ആ ദൃശ്യങ്ങൾ, നിങ്ങളുടെ ദൃശ്യങ്ങളിൽ ആ SFIയുടെ ജോയിന്റ് സെക്രട്ടറി കാൻഡിഡേറ്റ് പറയുന്നൊരു വാചകമുണ്ട്. അവരുടെ പത്രക്കാർ ചോദിക്കുകയാണ്, നിങ്ങൾ SFIയുടെ സ്ഥാനാർത്ഥിയാണോ? ഞാൻ SFI ഒന്നും അല്ല എന്നവർ പറയുന്ന മറുപടി പച്ചക്കള്ളം നിങ്ങൾക്ക് മുമ്പിൽ പറയാണ്. ഇന്ന് വൈകുന്നേരം ഇവിടെ നടക്കുന്ന റാലിയിൽ മാലയിട്ട കുട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നിരന്തരമായി സർവകലാശാലക്കകത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്ന ഭയം. ശരി നവാസ്, ഓരോ ചോദ്യങ്ങളായിട്ട് ചോദിക്കാം. ഒരു സെക്കൻഡ്. അപ്പൊ നിങ്ങൾ കോടതിയിൽ വരെ പോയി ചെങ്കോട്ടയിൽ മതിയായ കരുതൽ വേണം എന്ന ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ, എന്നിട്ട് അവിടെ പോലീസിന്റെ കരുതൽ കിട്ടിയോ ഇല്ലയോ? തീർച്ചയായും ഇല്ല. ഞങ്ങൾക്കതിൽ പരാതിയുണ്ട്. ഇന്ന് ഉച്ചക്ക് ബഹുമാനപ്പെട്ട ഇവിടുത്തെ DYSPക്ക് ഞങ്ങൾ പരാതി കൊടുത്തു. എൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഞാൻ അദ്ദേഹത്തിന് വാട്സാപ്പിൽ ഈ തട്ടിക്കൊണ്ടുപോയ കുട്ടികളുടെ ചിത്രവും അതുപോലെ തന്നെ കോൺടാക്ട് നമ്പറും ഒക്കെ കൊടുത്തു. അങ്ങനെയെങ്കിൽ SFI സംസ്ഥാന സെക്രട്ടറി പറയുന്നത് അങ്ങ് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ശബ്ദ സന്ദേശമടക്കം എനിക്ക് എത്താൻ കഴിയില്ല, ഞാൻ ഇന്ന ദിക്കിലാണുള്ളത്, അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ ഈ തട്ടിക്കൊണ്ടുപോയപ്പെട്ടു എന്ന് നിങ്ങൾ ആരോപിക്കുന്ന കുട്ടി ആരാണ്? അതിന്റെ വിശദാംശങ്ങൾ നിങ്ങൾ നൽകണമെന്ന് നവാസ്. തീർച്ചയായും ഞങ്ങൾ അതിൻ്റെ FIR രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കാസർഗോഡ് മുനിസിപ്പൽ MSFന്റെ ഭാരവാഹിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഷജീർ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ സഹിതമാണെങ്കിൽ ഞാൻ വേണുവിന് അയക്കാം. ഞങ്ങൾ ഇവിടുത്തെ SPക്കും DYSPക്കും SHOക്കും അതിന് ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോയ കാറ് അത് ടാറ്റ നെക്സോൺ വൈറ്റ് കാറാണ്. അതിൻ്റെ നമ്പർ ആരംഭിക്കുന്നത് അത് KL54A എന്ന് പറയുന്ന അക്ഷരത്തിലാണ്. ബാക്കി നമ്പർ എനിക്ക് നോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. വിശദമായി ഇന്ന് ഉച്ചക്ക് തന്നെ ഞങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ആ വാർത്തകൾ നിങ്ങളിപ്പോൾ ബ്രേക്ക് ചെയ്തപ്പോഴാണ് 1 മണിക്ക് ശേഷം അദ്ദേഹത്തെ റെയിൽവേ സ്റ്റേഷനിൽ അതേ കാറിൽ വന്ന് തള്ളിയിട്ടിട്ട് ആ കാറുമായി അവർ മുന്നോട്ട് പോയത്. അത് വളരെ കൃത്യമായി നമുക്ക് മുമ്പിലുണ്ട്. മാത്രമല്ല ശ്രീ വേണു, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ വാചകത്തെ നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ വേണുവിന് അയക്കാം. ഇന്ന് നിങ്ങളുടെ വീഡിയോ അയക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങളുടെ ചാനൽ കൊടുത്തതാണ്. ഒരാൾ ബാലറ്റ് വാങ്ങി വന്ന SFIയുടെ ഭാരവാഹി പറയാണ് ഞാൻ SFIയുടെ ഭാരവാഹിയെ അല്ല. സംസ്ഥാന സെക്രട്ടറി പറയുന്നതെല്ലാം ശരിയാണ് എന്ന് അടിവരയിടുകയല്ല. അപ്പോൾ നിങ്ങൾ പറയുന്ന തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ആൾ ഇപ്പോൾ ഉണ്ട് അവിടെ. അയാളെ ഇവർ തന്നെ വേറൊരു വണ്ടിയിൽ കൊണ്ടുവന്ന് അവിടെ തള്ളിയിടുകയായിരുന്നു എന്നല്ലേ ഇപ്പൊ നവാസ് പറഞ്ഞത്? അതെ, ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത്. ഉച്ചക്ക് 1 മണിക്ക് ശേഷം റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് അദ്ദേഹത്തെ ഉപേക്ഷിച്ചത്. അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ഈ സംസാരിക്കുന്ന സമയത്തും തിരികെ തന്നിട്ടില്ല. ഞങ്ങൾ കണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ അതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ശരി നവാസിന്റെ ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ ചെങ്കോട്ടയാണെന്ന് പറഞ്ഞല്ലോ, അങ്ങ് തന്നെ പറയുന്നുണ്ടായിരുന്നു ഏതാണ്ട് 4 നൂറ്റാണ്ടായി നിങ്ങൾക്കൊന്നും അവിടെ ഒരു സ്വാധീനവും ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. ഈ തെരഞ്ഞെടുപ്പിന്റെയൊക്കെ ഫലം വരുന്നതിന് മുൻപ് KK രാഗേഷ് പ്രതികരിച്ചപ്പോൾ അതും നവാസിന്റെ ശ്രദ്ധയിലുണ്ടാകുമല്ലോ. ഞങ്ങൾക്കിവിടെ എപ്പോഴും വിജയം ഉറപ്പാണ്, അതുകൊണ്ട് തന്നെ ഇത് അട്ടിമറിക്കേണ്ട ഒരു സാഹചര്യവും ഞങ്ങളെ സംബന്ധിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം പറയുകയും ചെയ്തു. ഈ വോട്ടെടുപ്പ് നടക്കുകയാണല്ലോ, 40 വോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷം ഉണ്ടാകും, അത്രയും വലിയ ഗ്യാപ്പ് ഉണ്ടാകും, കാരണം അത്രമാത്രം UUCകളുടെ എണ്ണമുണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് രാഗേഷ് പറഞ്ഞത്. ഫലം വന്നപ്പോഴും അത് സാധൂകരിക്കുന്ന മട്ടിലായിരുന്നു. പിന്നെ എന്തിനായിരുന്നു SFI ഇങ്ങനെ ഒരു നാടകം കളിക്കേണ്ടത്? അല്ല, ഒരിക്കലും അല്ല വേണു. ഫലം വന്നപ്പോൾ അത് സാധൂകരിക്കുന്നതല്ല. ആകെ കണ്ണൂരും കാസർഗോഡും വയനാടും 3 ജില്ലയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി കീഴിലുള്ളത്. ആ 3 ജില്ലയിലെ 3 ജില്ലാ എക്സിക്യൂട്ടീവിൽ വയനാടും കാസർഗോഡും MSFന്റെ പ്രതിനിധി UDSFന്റെ ബാനറിൽ ഞങ്ങളാണ് ജയിച്ചത്. അത് ഈ സർവകലാശാലയുടെ 25 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമാണ്. ഒരു സീറ്റ് പോലും മറ്റൊരു പാർട്ടിക്ക് വിട്ടുകൊടുക്കാറില്ല SFI. നിങ്ങൾ എല്ലാ സീറ്റും ജയിക്കുമെന്ന അവകാശവാദമല്ല രാഗേഷ് മുന്നോട്ട് വെച്ചത്. നവാസെ, നിങ്ങൾ എല്ലാ സീറ്റുകളും വിജയിക്കും എന്ന അവരെല്ലാ സീറ്റുകളും വിജയിക്കുമെന്ന അവകാശവാദമല്ല മുന്നോട്ട് വെച്ചത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, അവരെല്ലാ സീറ്റിലും ജയിച്ചില്ലല്ലോ. അവർ 8 സീറ്റിൽ 8ഉം 25 വർഷം 8ൽ 8 എന്ന് എഴുതിയ ബാനറാണ് അവർ ഉപയോഗിക്കാറ്. ഇത്തവണ അവർക്ക് എഴുതാൻ പറ്റിയിട്ടില്ല. 3 സീറ്റ് ഞങ്ങളാണ് ജയിച്ചത്. 2 ജില്ലകൾ ഞങ്ങൾക്ക് ആധിപത്യം ഉണ്ടായി. കണ്ണൂർ ജില്ല മാത്രമാണ് അവർക്ക് ആധിപത്യം ഉണ്ടായത്. അതൊരു തുടക്കമാണ് വേണു. 25 കൊല്ലത്തൊരു ചെങ്കോട്ടയ്ക്ക് ഒരു വിള്ളൽ വീഴ്ത്താൻ ഞങ്ങൾക്ക് സാധ്യമായി.
ഇപ്പോൾ 40 വോട്ടിന്റെ ഭൂരിപക്ഷമാണല്ലോ പറഞ്ഞത്. ഇപ്പോൾ എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ട് നിങ്ങളത് പരിശോധിക്ക്. ഏകദേശം 30-ൽ താഴെ 20-ന് ഭൂരിപക്ഷമേ ഉള്ളൂ. കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം കുറഞ്ഞു. എന്നാൽ ഒരു മാസം മുമ്പാണല്ലോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇലക്ഷൻ നടന്നത്. ഞങ്ങൾക്ക് 48 വോട്ടിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ. ഇത്തവണ 99-ഉം 101 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഞങ്ങൾ ജയിക്കുന്നത്. എന്നാൽ ചെങ്കോട്ട എന്ന് വിളിക്കുന്ന SFI ഇത്തവണ ജയിച്ചത് കഴിഞ്ഞ തവണത്തേക്കാൾ 10 വോട്ട് കുറവിലാണ് ഇത്തവണക്ക് ജയിക്കാൻ സാധിച്ചത്. രാകേഷിന് പത്രക്കാരോടൊന്ന് പറയാം, പക്ഷേ വിദ്യാർത്ഥികൾ വോട്ട് ചെയ്ത വോട്ടിംഗ് പാറ്റേൺ നമ്മുടെ കയ്യിലുണ്ട്. 8-ൽ 8 ജയിക്കുന്ന അവർക്ക് ജില്ലയിലെ പ്രധാനപ്പെട്ട 3 ജില്ലകളിൽ 2 ജില്ലയിലും പരാജയം സമ്മതിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പ്. ശരി നവാസ്. റെജി ലൂക്കോസ്, ഇവിടെ ശ്രീ ആസഫ് അലി പറഞ്ഞ കാര്യങ്ങൾക്കും ശ്രീ നവാസ് പറഞ്ഞ കാര്യങ്ങൾക്കുമുള്ള മറുപടി. തീർച്ചയായിട്ടും ഇവിടെ നവാസ് പറഞ്ഞതിന് തന്നെ ആദ്യം മറുപടി പറയാം. നവാസ് പറഞ്ഞതിനകത്തൊരു ലോജിക്കില്ലായ്മയും ഒന്ന് കൂട്ടിക്കെട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. നവാസ് ഒന്ന് മനസ്സിലാക്കണം. എൻ്റെ സുഹൃത്താണ് അദ്ദേഹം. വിഷ്വൽ തത്സമയ സംപ്രേഷണം കേരളത്തിലെ മിക്കവാറും എല്ലാ ചാനലുകളും അവിടെ നടന്ന ലൈവായിട്ടുള്ള സംഘടനകൾ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവിടെ ആത്യന്തികമായിട്ട് ഉള്ള സത്യം എന്താണ്? അവിടെ MSFന്റെ പിന്നെ വോട്ട് അവകാശമുള്ളവർ അവിടെ വോട്ടെണ്ണി വോട്ട് രേഖപ്പെടുത്തി മടങ്ങി വന്നതിന് ശേഷമാണ് ഇവർ SFIയുമായിട്ട് വിഷയമുണ്ടാക്കുന്നത്. ഇതിലെല്ലാം മൂകസാക്ഷിയായിട്ട് ഒരു ടൂറിസ്റ്റ് ബസ് അവിടെ കിടപ്പുണ്ടായിരുന്നു. ആ ബസ്സിൽ വന്നവർ ആരാന്നറിയോ? ലൈവായിട്ട് തന്നെ പിന്നെ മാധ്യമപ്രവർത്തകർ പറയുന്നുണ്ട്, ആ ബസ്സിൽ വന്നവർ മുഴുവനും നിങ്ങളുടെ ആൾക്കാരാണ്. കാസർഗോഡ് നിന്നാണ് വന്നത്. അവരുടെ കയ്യിൽ മാരകായുധങ്ങൾ വരെ ഉണ്ടായിരുന്നുകൊണ്ട് ലൈവായിട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് മറയ്ക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എന്തിനാണ് വോട്ടെടുപ്പിന് ശേഷം എന്ന് SFIക്കാരായിട്ട് കൊമ്പ് കൊടുത്തത്? അല്ലല്ല, മാരകായുധങ്ങൾ ഉണ്ട് എന്ന് SFIയും KK രാഗേഷും എല്ലാം പറഞ്ഞു. KK രാഗേഷ് പറഞ്ഞപ്പോൾ ശ്രീ റെജി ലൂക്കോസ് അതിന്റെ ദൃശ്യങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ. KK രാഗേഷ് പറഞ്ഞത് എന്നോട് SFI പ്രവർത്തകർ പറഞ്ഞു അതിലകത്ത് ഈ പറയുന്ന ആയുധങ്ങൾ ഉണ്ടെന്ന്. അത് പരിശോധിക്കണമെന്ന് അതുകൊണ്ട് ഞാൻ പോലീസിനോട് പറഞ്ഞു. അതല്ലാതെ റെജിക്ക് എവിടെയെങ്കിലും അതിന്റെ ദൃശ്യങ്ങൾ കിട്ടിയോ? വേണു മീഡിയ വണ്ണിലെ റിപ്പോർട്ടർ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ആ രീതിയിൽ തന്നെ ഇവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നുള്ളവരും മറ്റു ചില വിഷ്വൽസിൽ ഞാനിത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ചാനലും കണ്ട ഒരാളാണ്. നമ്മൾ ഈ ചാനൽ ഇരുന്നോണ്ട് പറയുന്ന ഒരു അഭംഗിയാണ്. പറയത്തില്ല, അത് പറഞ്ഞിട്ടില്ല. എന്നെ കൊണ്ട് സംസാരിപ്പിക്കാതിരിക്കുന്നത് ഞാനത് പറഞ്ഞു പൂർത്തിരിക്കട്ടെ. അല്ലല്ല ശ്രീ റെജി ലൂക്കോസ് ഗൗരവപരമായ കാര്യം പറഞ്ഞു. ലൈവ് നവാസ് പറഞ്ഞ കാര്യങ്ങള് ഞാൻ അക്കമിട്ട് പ്രതിപക്ഷ ബഹുമാനത്തിന്റെ പേരിൽ വാ മൂടിക്കെട്ടി നിൽക്കാൻ കഴിയില്ല. അല്ല, നിങ്ങൾ പറയുന്നത് എനിക്ക് മറുപടി കഴിയില്ല. ഞങ്ങൾ പറഞ്ഞാൽ കളവ് കാണിക്കുന്ന നാടകം അത് ശരിയല്ലേ? ശ്രീ റെജി ലൂക്കോസ് അല്ലെന്നേ, നവാസ് കളിക്കുന്ന നാടകത്തിൽ ഒരു സെക്കൻഡ് റെജി ലൂക്കോസ് ഒരു സെക്കൻഡ് ഇല്ലില്ല റെജി ലൂക്കോസ് അല്ലല്ല റെജി ലൂക്കോസ് ഒരു മിനിറ്റ് റെജി ലൂക്കോസ് എവിടെയാണ് മാരകായുധങ്ങളുടെ ദൃശ്യങ്ങൾ? അല്ല, എവിടെയാണ് മാരകായുധങ്ങളുടെ ദൃശ്യങ്ങൾ? ഏത് മാധ്യമത്തിലൂടെയാണ് താങ്കൾക്ക് ആ വിവരം കിട്ടിയത്? അതങ്ങ് പറയൂ. അല്ല സാറേ, ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താ കേട്ടെ? അവരുടെ ആയുധങ്ങൾ വരെ ഉണ്ടെന്നുള്ള ആരോപണം ഉണ്ടെന്നുള്ളവരാണ് ലൈവ് ടെലികാസ്റ്റിൽ ഇവിടെ മാധ്യമങ്ങൾ ആരോപണം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇവിടെ ഞാൻ ആരോപണം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇത് ക്വസ്റ്റ്യൻ എന്റെ പോലീസ് സാർ, അത് നവാസ് പറയുന്നതിന് ഉത്തരം പറയാൻ എന്നെ കിട്ടത്തില്ല. നവാസ് വിചാരിക്കണം. നവാസ് ആദ്യം ഒന്ന് വായടക്കെ, ഞാനൊന്ന് മറുപടി പറയട്ടെ. ഞാനിവിടെ ഇരിക്കുന്നത് സംസാരിക്കാറില്ല, നിങ്ങൾക്ക് മാത്രം നിങ്ങൾ ഞങ്ങൾക്ക് തർക്കമില്ലല്ലോ. ഏത് ചാനൽ അത് പറയാൻ എനിക്ക് സൗകര്യമില്ല. ഞാൻ 1000 തവണ ചോദിക്കുന്നു, ഏത് ചാനൽ റിപ്പോർട്ടറാണ് താങ്കളോട് പറഞ്ഞത്? നിങ്ങൾ അല്ല, എന്നോട് പറയണ്ട, കേൾക്കുന്ന കേരളത്തിലെ എല്ലാ കാണുന്ന പ്രേക്ഷകരോട് പറഞ്ഞാൽ മതി. താങ്കൾക്ക് മറുപടി പ്രേക്ഷകരോട് തന്നെ ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞു കേട്ടില്ലേ? ഏത് ചാനൽ? നിങ്ങൾ തുടക്കത്തിൽ എന്നാ പറഞ്ഞേ?
യൂത്ത് ഏത് MSF ചാനൽ അത് പറയൂ. യൂത്ത് ലീഗും ഏത് ചാനൽ കേട്ടില്ല ചാനലിന്റെ പേര് കേട്ടില്ല ചാനലിന്റെ പേര് കേട്ടില്ല ഇവിടുത്തെ ആങ്കർ വേണുവാണോ അതോ ചാനലിന്റെ പേരൊന്ന് പറഞ്ഞു തുടങ്ങിക്കോന്ന്. വേണു ബാലകൃഷ്ണനോട് പറയേ ശ്രീ റജി ലൂക്കോസ് അല്ലല്ല ഇവിടെ ആങ്കർ ആര്യ ഗസ്റ്റ് ആര്യ എന്ന തർക്കമല്ല നടക്കുന്നത്. അല്ലല്ല റജി ലൂക്കോസ് ആങ്കർ ആര്യ ഗസ്റ്റ് ആര്യ എന്ന തർക്കമല്ല ഇവിടെ നടക്കുന്നത്. അങ്ങ് പറഞ്ഞൊരു കാര്യം MSFന്റെ ഉത്തരവാദപ്പെട്ട ഒരു പ്രതിനിധി അത് ഖണ്ഡിക്കുന്നു. അല്ലല്ല അത് ഖണ്ഡിക്കുന്നു. അപ്പോ അതിന് മതിയായ വിശദീകരണം നൽകണം ശ്രീ റജി ലൂക്കോസ്. ഇത് സംവാദമല്ലേ? ആര് ആങ്കർ ആര് ഗസ്റ്റ് എന്നുള്ള തർക്കമല്ല ഇവിടെ നടക്കുന്നത്. അതിന്റെ വിഷ്വൽസ് വേണുവിനെ അയച്ചാൽ ഈ പ്ലാറ്റ്ഫോമിൽ എടുത്ത് മറ്റൊരു ചാനലിന്റെ പേര് പറയാൻ എന്നെ കൊണ്ട് സൗകര്യമില്ല. ഒരു ബുദ്ധിമുട്ടുമില്ല, ഞങ്ങൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല മറ്റൊരു ചാനലിന്റെ പേര് പറയുന്നത്. ഭാഗം കേൾപ്പിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ ഇപ്പൊ ഇത് ഇടപെട്ടോണ്ടിരിക്കുന്നത്. വേണു ഇതിനകത്ത് ഇടപെട്ടോണ്ടിരിക്കുന്നത്. ഇത് ലോകം കേട്ടോണ്ടിരിക്കുന്നല്ലേ? ഇത് മര്യാദയാണോ ഇത്? അല്ല അത് പറയൂ. ഞാൻ ഈ പറയുന്ന ലോകം മുഴുവൻ കേട്ടതല്ലേ രാവിലെ ഉച്ചയ്ക്ക് ഈ ആ കണ്ണൂർ നടന്ന സംഭവങ്ങള്. ആ ചാനലിന്റെ പേര് നവാസ് പറഞ്ഞു MSF ചാനലിന്റെ പേരങ്ങ് പറഞ്ഞേക്ക് പ്രശ്നം തീർന്നു. എന്റെ പൊന്നു സഹോദരൻ ഞാനത് പറഞ്ഞു പൂർത്തിരിക്കട്ടെ. എനിക്ക് സൗകര്യമില്ല താങ്കളോട്. ഞാൻ വേണുവിന് അയച്ചു കൊടുത്തോളാം. താങ്കൾ എന്നിട്ട് വേണുവിനെ എടുത്ത് മേടിച്ചു. അല്ല താങ്കൾ പറഞ്ഞു നുണ. ഞാൻ സൗകര്യമില്ലാത്ത കാര്യം പറയാൻ നിൽക്കരുതെങ്കിൽ സൗകര്യമില്ലാത്ത കാര്യം ഞങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? പറയാനുള്ള ആർജവല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കാൻ നിൽക്കരുത്. ആർജവത്തോടുകൂടി സംസാരിക്കാൻ അനുഭവിക്കാത്ത നിങ്ങളാണ് ആർജവമില്ലാത്തവർ. നിങ്ങളുടെ ആർജവത്തെ കുറിച്ച് ഞാൻ പറയണോ? നിങ്ങൾ ശ്രീ റജി ലൂക്കോസ് അങ്ങ് പറഞ്ഞോളൂ. ഇനി അങ്ങനെ ഇപ്പൊ ഈ ആയുധവുമായി വന്ന ഒരു സെക്കൻഡ് ശ്രീ റജി ലൂക്കോസ് ആയുധവുമായി വന്ന വാഹനം എന്നത് ആരോപണമാണ് എന്ന് പറഞ്ഞു. ശരി, ആരോപണം എന്ന രൂപത്തിൽ അങ്ങ് പറഞ്ഞതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ കേൾക്കൂ. അല്ല അത് വസ്തുതാപരമായ കാര്യമല്ലേ? ഞങ്ങളുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറഞ്ഞല്ലോ അത് അന്വേഷിക്കണം എന്നുള്ള പറഞ്ഞല്ലോ. പിന്നെ ഇവരെന്തിനാണ് വോട്ട് രേഖപ്പെടുത്തി പുറത്തു വന്നതിന് ശേഷം SFIയുടെ ആക്രമണം ഉണ്ടായത്, പോലീസുകാരെ മർദ്ദിച്ചത്, SFI പിള്ളേരെ ഹോസ്പിറ്റലാക്കിയത്, ഹെൽമെറ്റ് കൊണ്ട് അടിച്ചത്, അടിയടാന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയെന്ന് താഴെ നിലത്ത് ചാടിയിട്ട് അഴിക്കാനായിട്ട് ഇവർ പ്രേരണ കൊടുത്ത ഈ നവാസ് അവിടെ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ ജയിക്കുന്ന പൂർണ്ണ ബോധ്യമുള്ളടത്ത് നിങ്ങൾ എന്തിനടുത്ത് വെള്ളം വെച്ചത്? നിങ്ങൾക്ക് ഇപ്പോൾ 3 സീറ്റ് കിട്ടിയില്ലേ? ഞങ്ങളവിടെ തടഞ്ഞിരുന്നെങ്കിൽ, ഞങ്ങളുടെ പിള്ളേർ അവിടെ തടഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടുമായിരുന്നോ? നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയിട്ട് തിരിച്ചു വന്നതിന് ശേഷമല്ലേ ഒരു വണ്ടി അവിടെ കിടക്കണു. നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്നവർ അവരെ ഞാൻ മറ്റൊരു ഭാഷയിലൊന്നും വിശേഷിപ്പിക്കുന്നില്ല. ഇതെല്ലാം നേരിട്ട് കേരളം കണ്ടോണ്ടിരിക്കട്ടെ. എന്നിട്ട് ഈ നവാസ് ഇരുന്നുകൊണ്ട് പറയാ എന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ തെളിവ് തരുമെന്ന്. ആ തെളിവോടുകൂടെ കേരളത്തിലെ വിഷ്വൽ മീഡിയ മുഴുവനും ഞാൻ ഉൾപ്പെടെയുള്ളവർ കണ്ടതാ ലോകത്തിൽ. ശരി, അതുപോലെ തന്നെ വിഷ്വൽ മീഡിയയിലല്ല. ഇപ്പൊ അങ്ങേക്ക് മറ്റേതെങ്കിലും ഒരു ചാനലിന്റെ പേര് പറയാനുള്ള സങ്കോചമുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ശ്രീ റജി, മീഡിയ വൺ അടക്കം കാണിച്ച വിഷ്വൽ അങ്ങയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ? ആ നവാസ് പറഞ്ഞ SFIയുടെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനാർത്ഥി MSFന്റെ ഒരു കാൻഡിഡേറ്റിന്റെ ബാലറ്റ് പേപ്പറും കാർഡും വാങ്ങിക്കൊണ്ട് ഓടുന്നത്. ഒരു സെക്കൻഡ് സാർ, കാർഡും വാങ്ങിക്കൊണ്ട് ഓടുന്നത്, പിന്നെ അതൊരു ബഹളമാകുന്നത്. സാർ ഒരു സെക്കൻഡ്, പോലീസ് പിടിച്ചു വെക്കുന്നത്, വനിതാ പോലീസ് പിടിച്ചു വെക്കുന്നത്. ഒരു സെക്കൻഡ് SFIയുടെ പ്രവർത്തകർ ഇരച്ചു കയറുന്നത്, ഇരച്ചു വന്ന് പോലീസിനോട് നേർക്കുന്ന ഏറ്റുമുട്ടുന്നത്, ആ കുട്ടിയെ ബലമായി മോചിപ്പിച്ച് കൊണ്ടുപോകുന്നത്, ഇതങ്ങ് കണ്ടിട്ടുണ്ടോ ഇല്ലയോ? അല്ല അങ്ങയോട് അതിന് മറുപടിയായിട്ടൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. വോട്ട് രേഖപ്പെടുത്തിയിട്ട് തിരിച്ചു വന്നിട്ട് ഈ പോലീസിനെ SFI ഇവരെ തടഞ്ഞെങ്കിൽ പിന്നെ പോട്ടെ, എന്താ പറയുക ഒരു പ്രതികരണത്തിലേക്കോ അല്ലെങ്കിൽ തടയാനായിട്ട് ശ്രമിക്കാം. വോട്ട് രേഖപ്പെടുത്തി തിരിച്ചു വന്നതിന് ശേഷം പോലീസിനും SFIക്കും നേരെ ഇവരെന്തിനാണ് ആക്രമണം അടിച്ചുവിട്ടെ? വളരെ ലോജിക്കാണ് എൻ്റെ ഒരു ചോദ്യം. നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ കണ്ടോണ്ട് നോക്കൂ. ഇനി അതിന് നിങ്ങൾ ചോദിക്കായിരിക്കും ഏത് മാധ്യമമാണെന്നുള്ളവരും നിങ്ങൾ എന്തിനാ? അപ്പം നിങ്ങളുടെ ലക്ഷ്യം എന്താ? നിങ്ങളുടെ പരാജയ ബോധ്യം ഇവിടുന്ന് ഉറപ്പായപ്പോൾ SFIനെയും പോലീസിനെയും നിങ്ങൾ ആക്രമിക്കുക, എന്നിട്ട് കള്ളക്കഥകൾ പറയുക, എന്നിട്ട് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ യൂത്ത് ലീഗിനെയും MSFനെയും ആരും അവിശ്വസിക്കുന്നില്ല. കേരളത്തിൽ അവർക്കെതിരെ പറഞ്ഞാൽ വിശ്വസിക്കരുത്. നിങ്ങളെ ഈ രണ്ട് പ്രസ്ഥാനത്തിനെയും കേരളത്തിലെ ഒരു മനുഷ്യനും ഒരിപ്പം വിശ്വസിക്കുന്നില്ല. അത്ര വാർത്തകളാണ് നിങ്ങൾ. ശരി, ഒറ്റ കാര്യം കൂടി. ഈ SFIയുടെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനാർത്ഥി ശ്രീ റജി ലൂക്കോസ്, ഞാൻ അങ്ങയോട് ചോദിച്ച ചോദ്യം അങ്ങ് കേട്ടിട്ടുണ്ടാവില്ല, അതിനോട് അങ്ങ് മറുപടി, എന്നിട്ട് എനിക്ക് ഇടവേളയിലേക്ക് പോകണം. SFIയുടെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനാർത്ഥിയായ ആ പെൺകുട്ടിയെ എന്തിനാണ് വനിതാ പോലീസ് പിടികൂടിയത്? അവിടെ നിന്ന് എങ്ങനെയാണ് അവർ ഇറങ്ങി ഓടി രക്ഷപ്പെടുന്ന കണ്ടത്? ഇതെല്ലാം ദൃശ്യങ്ങളിൽ പറഞ്ഞതാണ്. അങ്ങ് അത് കണ്ടു കാണുമല്ലോ, അതിനുള്ള ന്യായം എന്താണ്?
SFIയുടെ സംസ്ഥാനത്തെ ജോയിന്റ് സെക്രട്ടറി അവിടെ ഇരുന്നുകൊണ്ട് ഒരു ആരോപണം ഉന്നയിച്ചു. ഭരണകക്ഷിയാണല്ലോ ഇപ്പോൾ SFIയുടെ പിന്നെ സംഘടന എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് CPM. ഞങ്ങൾക്കെതിരെയാണ് പോലീസ് അതിക്രമം കാണിച്ചത്, ഞങ്ങൾക്കെതിരെയാണ് ഞങ്ങളുടെ പ്രവർത്തകർ 3 പേര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഞങ്ങൾക്കെതിരെയാണ് അതിക്രമം കാണിച്ചതെന്ന് SFIയുടെ മുതിർന്ന നേതാവ് അവിടെ ഇരുന്നുകൊണ്ട് സംസാരിച്ചതിനെ കുറിച്ച് ഇനിയിപ്പോൾ നിങ്ങൾ എന്നെ അടുത്ത് തർക്കിക്കുമോ? ശ്രീ റജി ലൂക്കോസ്, ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഈ കുട്ടിയെ വനിതാ പോലീസ് പിടിച്ചു വെച്ചിരിക്കുന്നത് അങ്ങ് കണ്ടതല്ലേ? അതിൽ നിന്ന് അവരെ മോചിപ്പിച്ച കൂട്ടരാരാണ്? ഇത് രണ്ടും അങ്ങ് കണ്ടതല്ലേ? അതിനുള്ള അങ്ങയുടെ വിശദീകരണം എന്താണ്, ന്യായീകരണം എന്താണ്? അല്ല, വളരെ ഞാനത് കണ്ട, അത് കേരളത്തിലെ മുഴുവൻ ആളുകളും കണ്ടതല്ലേ. അത് ആ കുട്ടീനെ മർദ്ദനത്തിലേക്ക് അഴിച്ചുവിടാതിരിക്കാണ്ട് ആ കുട്ടിയുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് SFI പ്രവർത്തകർ ആ കുട്ടിക്ക് സംരക്ഷണം കൊടുത്തു. ഇല്ലെങ്കിൽ MSFകാർ അവിടെ കാണിക്കുന്ന അഴിഞ്ഞാട്ടങ്ങൾ എത്രയാ? പോലീസ് പിടികൂടിയിരിക്കുകയായിരുന്നു ആ കുട്ടിയെ. പോലീസിനേക്കാൾ വലിയ സുരക്ഷ നൽകാൻ എങ്ങനെയാണ് SFIക്ക് കഴിയുക? അല്ല, പോലീസിനേക്കാൾ വലിയ സുരക്ഷാ പാലകരായി SFI വന്നോ? പോലീസ് പക്ഷപാതപരമായിട്ടാണ് പെരുമാറുന്നെങ്കിൽ മുഖ്യമന്ത്രികൾക്ക് പോയി പറയേ. അത് മുഖ്യമന്ത്രികൾക്ക് പോയി പറയേ, ആഭ്യന്തരമന്ത്രികൾക്ക് പോയി പറയേ. അത് ആഭ്യന്തരമന്ത്രികൾക്ക് പോയി പറയാം, അല്ലാതെ കയ്യൂക്ക് കാണിക്കല്ല വേണ്ടത്. അങ്ങനെയെങ്കിൽ ആ കയ്യൂക്കിന്റെ പ്രഹരം ഏൽക്കുന്നത് അങ്ങനെയെങ്കിൽ ആ കയ്യൂക്കിന്റെ പ്രഹരം ഏൽക്കുക ആഭ്യന്തരമന്ത്രിക്കാണ്. റജി ലൂക്കോസെ, ആ കയ്യൂക്കിന്റെ പ്രഹരം ഏൽക്കുക ആഭ്യന്തരമന്ത്രിക്കാണ്. ശരി, ഞാൻ ഇടവേളയ്ക്ക് വന്ന് ഇടവേളയ്ക്ക് ശേഷം ശ്രീ യാസഫ് അലി സാർ പറഞ്ഞ മറ്റു കാര്യങ്ങളുണ്ട്. ഞാൻ റജിയിലേക്ക് ഒരിക്കൽ കൂടി വരാം. സ്പെഷ്യൽ എഡിഷൻ ചർച്ച തുടരുകയാണ്. ശ്രീ നവാസിനോടും ശ്രീ റജി ലൂക്കോസിനോടുള്ള എൻ്റെ അഭ്യർത്ഥന, ഇനി നമുക്ക് കണ്ണൂർ സർവകലാശാല സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്ന് മാറാം. കാരണം അതിന്റെ ഗൗരവം ചുരുക്കി കാണുകയല്ല, നിങ്ങൾ രണ്ടുപേരും അതിനോട് പ്രതികരിച്ചല്ലോ, മറ്റു വിഷയങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ടി ആസഫ് അലി, ഇവിടെ ഈ കാൽവെട്ട് കേസിലെ പ്രതികളുടെ യാത്രയയപ്പ്, അതുമായി ബന്ധപ്പെട്ട് ശൈലജ പറഞ്ഞത്, ഇന്നിപ്പോൾ P ജയരാജൻ പറഞ്ഞിരിക്കുന്നത്, അതിനപ്പുറത്ത് മറ്റൊരു മാനം ഈ സംഭവത്തിനുണ്ടോ? ഇത്ര ആർഭാടമായി ഇങ്ങനെ ഒരു ജയിൽ യാത്രയയപ്പ് ഇവർ കൊടുക്കാനുള്ള സാഹചര്യം എന്താണ്? ഇതിലെ ഈ കാൽവെട്ട് കേസ് എന്ന് പറയുന്നത് സദാനന്ദൻ മാസ്റ്ററുമായി ബന്ധപ്പെട്ട കേസാണ്. ഇവിടെ ഇപ്പോൾ ഒരു കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററുടെ പേര് ആവർത്തിച്ച് പറയുന്നുണ്ട് ശൈലജ ടീച്ചർ, അല്ലേ? കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണത്തിൽ വളരെ മാന്യമായി അധ്യാപകൻ എന്ന നിലയിൽ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യസിപ്പിക്കുന്ന, നല്ല രൂപത്തിൽ അവിടെ മാന്യമായി ജീവിക്കുന്ന ശൈലജ ടീച്ചറിൻ്റെ പ്രയോഗമാണത്. അങ്ങനെയൊക്കെ മാതൃകാപരമായി നാട്ടുകാർക്ക് നന്മ ചെയ്യുന്ന കൂട്ടരാണിവർ, പ്രത്യേകിച്ച് ഈ പറയുന്ന കുഞ്ഞികൃഷ്ണ മാഷ് എന്ന്. അപ്പോൾ ഒരു സദാനന്ദൻ മാസ്റ്റർ, ആ സദാനന്ദൻ മാസ്റ്റർ ആക്രമിക്കപ്പെട്ടു. ഇപ്പോൾ അതിൻ്റെ പാരിതോഷികം എന്ന നിലയിൽ തന്നെയാണ് രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കപ്പെടുന്നത്. രാജ്യസഭാംഗത്വം കിട്ടി. അങ്ങടക്കമുള്ളവർ അതിൻ്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം രാഷ്ട്രപതിയിലൂടെ ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടേണ്ട പട്ടികയിൽ വരേണ്ട ഒരാളാണോ ഈ സദാനന്ദൻ എന്നത് അങ്ങേക്ക് വിടുകയാണ് ഞാൻ ആ ചോദ്യം. അപ്പോൾ അതിലൂടെ മോദി അമിത്ഷായ്ക്ക് ഒരു സന്ദേശം നൽകുന്നുണ്ട്. ബലിദാനികൾ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചോര ചിന്തിയവർ, അവരെ പരിഗണിക്കും. ഈ കാര്യത്തിൽ വല്ലാത്ത താല്പര്യവും അതിൽ ശക്തമായ പിന്തുണയും നൽകുന്ന ഒരു പാർട്ടിയാണ് CPM. അപ്പോൾ സദാനന്ദനെ ഈ MP ആക്കിയതിലൂടെ കുറെ കൂടി വലിയ വെല്ലുവിളി ഇപ്പോൾ CPM അവിടെ നേരിടുകയാണ്. കാരണം ആക്രമിക്കുന്ന ആളുകളെ ഇങ്ങനെയാണ് BJP പിന്തുണയ്ക്കാൻ പോകുന്നത്, വലിയ സ്ഥാനങ്ങൾ നൽകാൻ പോകുന്നത് എങ്കിൽ CPM-നും ഈ പറയുന്ന ഇത്തരം പ്രവർത്തികളിൽ പെട്ടിരിക്കുന്ന ആളുകളെ അതേപോലെ തന്നെ മാനിക്കേണ്ട, അംഗീകരിക്കേണ്ട സ്ഥിതി വരികയാണോ? ഞാൻ ചോദിക്കുന്നത്, ഒരു സദാനന്ദൻ ഇഫക്റ്റ് ആണോ നാം കഴിഞ്ഞ ദിവസം കണ്ടത്? ഇപ്പം അടുത്ത ദിവസം PJ ആ ജയിലിലേക്ക് പോകുമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ഈ സദാനന്ദൻ ഇഫക്റ്റ് ആണോ? ചോദിക്കട്ടെ, ഈ സദാനന്ദൻ മാസ്റ്ററെ ആക്രമിച്ച കേസിലെ പ്രതികൾ ഇപ്പോഴും CPM പറയുന്ന നിരപരാധികളാണ്. അതിൻ്റെ യുക്തി എന്താണെന്ന് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. കാരണം സദാനന്ദൻ മാസ്റ്ററുടെ ആ സംഭവം കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ 2-3 തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു. അപ്പോൾ ആ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം, അന്ന് UDF ആയിരിക്കാം, ആ കേസിൽ ഈ കള്ളക്കേസിലാണ് ഈ പ്രതികളെയൊക്കെ ഉൾപ്പെടുത്തിയതെങ്കിൽ അന്നത്തെ CPM സർക്കാരിന് ഒരു തുടരന്വേഷണമോ ഒരു പുനരന്വേഷണമോ നടത്തി അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുവാൻ സാധിക്കുമായിരുന്നു. അതൊന്നും CPM ആലോചിച്ചിട്ടേയില്ല. ആ ക്രൈം അന്വേഷണം നടത്തി
ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൽകിയ കുറ്റപത്രത്തിൽ കീഴ്ക്കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും ശരിവച്ചിട്ടും CPM അവർ നിരപരാധികളാണ് എന്ന് പറഞ്ഞാൽ ഇതിൽ അപരാധി ആരാണ്? നമ്മുടെ ഭരണഘടന അനുസരിച്ച്, നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം അനുസരിച്ച് രാജ്യത്തെ പരമോന്നത കോടതിയിൽ നിന്നൊരു വിധി വാങ്ങിയാൽ ആ വിധിയിൽ കവിഞ്ഞ് വേറൊരു വിധി നമ്മൾ എഴുതി ചേർക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്ന്. പിന്നെ ഈ കുറ്റകൃത്യത്തിലെല്ലാം ഒരു പൊളിറ്റിക്കൽ പാട്രണേജ് അല്ലേ? അത് എപ്പം മുതൽ? ക്രൈം ചെയ്ത ആ ദിവസം മുതൽ സുപ്രീം കോടതി ശിക്ഷ വിധിച്ച് അവരെ തടവിൽ പോയി, തടവ് കഴിയുന്ന അവസരത്തിൽ പോലും പിന്നീട് പരോളും ശിക്ഷ ഇളവ് ചെയ്യലും അവരുടെ കൂടെ നിഴലിനെ പോലെ CPM ഈ ഹാർഡ് കോർ ക്രിമിനലിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഈ ക്രിമിനലുകൾക്ക് വേണ്ടി, അതാണ് ഞാൻ പറഞ്ഞത്, ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് എന്നത് ഒരു സ്ഥാപനവൽക്കരിക്കപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് CPM. സദാനന്ദ മാസ്റ്റർ ഞാൻ ഒരു തവണ വേറൊരു ചാനൽ ചർച്ചയിൽ ഞാൻ പറഞ്ഞതാണ്, ഒരു രാഷ്ട്രപതിയുടെ നോമിനേഷനിൽ വരേണ്ട ഒരു കേസേ അല്ല അത്. കാരണം കേരളത്തിൽ നിന്ന് രാഷ്ട്രപതിയുടെ രാജ്യസഭയിലേക്കുള്ള നോമിനേഷനിൽ വന്നിരിക്കുന്നതെല്ലാം പ്രഗത്ഭമതികളാണ്. അത്രയും മതി. അങ്ങയുടെ വാക്കുകൾ അത്രയും മതി. അല്ലല്ല, എനിക്ക് ഉപചോദ്യമുണ്ട്. ഒരു സെക്കൻഡ്. അങ്ങ് ഈ സദാനന്ദനുമായി ബന്ധപ്പെട്ട ഈ സംഭവം പറയുകയുണ്ടായല്ലോ. ശരി, അല്ല, എല്ലാത്തിനും ഒരു തലേന്നാൾ ഉണ്ടല്ലോ ശ്രീ ആസഫ് അലി സാർ. അല്ല, ഒരു സെക്കൻഡ്. എല്ലാത്തിനും ഒരു തലേന്നാൾ ഉണ്ടല്ലോ, എല്ലാത്തിനും. ഇവിടെ അങ്ങനെയെങ്കിൽ ഒരു ജനാർദ്ദൻ ആക്രമിക്കപ്പെട്ട സാഹചര്യം, ആ ജനാർദ്ദൻ ആരാണ്? അയാൾ ആക്രമിക്കപ്പെടേണ്ട സാഹചര്യം എന്താണ്? അതിൽ സദാനന്ദന്റെ റോൾ എന്താണ്? ആ ഭാഗങ്ങൾ അങ്ങ് ഓർക്കുന്നുണ്ടോ? ഞാനൊരു കാര്യം പറയാം. ആ ജനാർദ്ദൻ്റെ പ്രസ്താവന ഞാൻ വായിച്ചതാണ്. ഇതിൽ രണ്ട് പാർട്ടികളും CPM BJP ഇവരെല്ലാം ഒരേ തൂവൽ പക്ഷികളാണ്. ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടിപ്പോവും. ഞാൻ ഈ ജയകൃഷ്ണൻ മാസ്റ്ററുടെ വധത്തിലൊരു ലാർജർ കോൺസ്പിറസി ഉണ്ട്. ആ പ്രതികൾ മാത്രമല്ല പ്രതികൾ. ഉമ്മൻചാണ്ടി സർക്കാർ നിലവിലുള്ള അവസരത്തിൽ ഞാനന്ന് DGP ആണ്. ആ ജയകൃഷ്ണൻ മാസ്റ്ററുടെ മാതാവ് കൗസല്യ സർക്കാരിനൊരു ഹർജി കൊടുത്തു. ഇതിൻ്റെ ലാർജർ കോൺസ്പിറസി, ഇതിൻ്റെ വൻ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന്. പോലീസിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് അന്നത്തെ UDF ഗവൺമെൻറ് CBI അന്വേഷണത്തിന് വേണ്ടി ഉത്തരവിട്ടു. ആ ഹർജി കൊടുത്ത ദിവസങ്ങളിലെല്ലാം BJP രാജ്യവ്യാപകമായി സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും ജയകൃഷ്ണൻ മാസ്റ്ററുടെ ഗൂഢാലോചന CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. നിങ്ങൾ അറിയുമോ, ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇന്ന് 11 വർഷം പൂർത്തിയാവുന്നു. ഇന്ന് വരെ ആ CBI അന്വേഷണത്തിന് വേണ്ടി CBI തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണ്. ഈ പറയുന്ന ഈ കുഴപ്പങ്ങളെല്ലാം പുറത്ത് പറയുന്ന പ്രസ്താവനകളിൽ മാത്രം ഒതുങ്ങുന്നതാണ്. ഇവരെല്ലാം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനുള്ള ഈ നിരപരാധികളായ മരിച്ചു വീഴുന്ന ആളുകൾ, പാവങ്ങൾ, പാർട്ടിക്കാർ, BJP ആണെങ്കിലും RSS ആണെങ്കിലും മാർക്സിസ്റ്റുകാരാണെങ്കിലും യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം എത്തുമ്പോൾ അതിനെ തട്ടിമാറ്റി അവർക്ക് പരിരക്ഷ, അവർക്ക് കവചമുണ്ടാക്കാൻ CPM ശ്രമിക്കുന്നു, BJP ശ്രമിക്കുന്നു. ഇതിന് BJPയുടെ ഒരു നേതാവിന് പോലും മറുപടി പറയാൻ കഴിയില്ല. 10 കൊല്ലമായി അന്നത്തെ UDF ഗവൺമെന്റ് ജയകൃഷ്ണ മാസ്റ്ററുടെ വധത്തിന്റെ ലാർജർ കോൺസ്പിറസി അന്വേഷിക്കാൻ വേണ്ടി ചുമതല ഇറക്കിയിട്ട്. ശരി. അല്ല, ഈ ലാർജർ കോൺസ്പിറസിയുടെ കാരണം ഈ വരുന്ന വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പ് ഭയാനകമായിരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്താ കാരണം എന്നറിയുമോ? CPMന്റെ ഉരുക്കുകോട്ടയാണ്. അവർ മാത്രമേ 26 കൊല്ലമായി ജയിച്ചിട്ടുള്ളൂ. അവിടെ കൗൺസിലർമാരുടെ എണ്ണം വന്നപ്പോൾ വിള്ളലുണ്ടായി. കണ്ണൂരിൻ്റെ ചരിത്രം അറിയോ? നമ്മൾ ആദ്യം കണ്ണൂർ പറഞ്ഞില്ലേ, പെരിയാരം മെഡിക്കൽ കോളേജ് തെരഞ്ഞെടുപ്പിൽ 12 പേര് മാത്രമേ CPM അനുഭാവികളായിട്ടുണ്ടായുള്ളൂ. 400 പേരുള്ള പെരിയാരം മെഡിക്കൽ കോളേജ് തെരഞ്ഞെടുപ്പ് CPM അനായാസം ഭരണസമിതി പിടിച്ചടക്കിയ ചരിത്രം, ആ ഭയാനകമായ ദിവസം ഞാൻ ഇന്നും ഓർമ്മിക്കുകയാണ്. രാവിലെ 8 മണിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി യഥാർത്ഥ വോട്ടർമാർ വന്നപ്പോൾ നമ്മൾ കാണുന്നത് മൈലുകൾ ദൂരമുള്ള ക്യൂ ആണ്.
കേരള ഹൈക്കോടതി അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിൽ പറഞ്ഞതാണ് ഇത് ബീഹാറോ ഗുജറാത്തോ ആണെന്നാണ് അന്നത്തെ കേരള ഹൈക്കോടതി അത് ചോദ്യം ചെയ്തപ്പോൾ വന്നത്. അപ്പോൾ ഒരിക്കലും ജയിക്കാത്ത തെരഞ്ഞെടുപ്പും ജയിപ്പിക്കാനുള്ള ഒരു ഇലക്ടറൽ തന്ത്രം ആക്രമ തന്ത്രം കണ്ണൂരിലെ CPM-ന്റെ അടുത്തുണ്ട്. ശരി, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെതിരായ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചിട്ട് ഈ കണ്ണൂരിലെ CPM സഹായം തേടി ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് അയച്ചാൽ അവരെയും അവർ ജയിപ്പിച്ചു കൊടുക്കും. ശരി. പക്ഷേ ശ്രീ ആസഫ് അലി സാർ, അങ്ങ് പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു, അതിനെ ബഹുമാനത്തോടെ കേൾക്കുകയും ചെയ്യുന്നു. പക്ഷേ ചില ഉപചോദ്യങ്ങൾ അപ്പോഴും ഉയരുന്നുണ്ട്. ഇപ്പൊ അങ്ങയോട് ജനാർദ്ദന്റെ കാര്യം പറയുമ്പോൾ അങ്ങ് പെട്ടെന്ന് പറഞ്ഞത് ഇവരെല്ലാം ഒരേ തൂവൽപക്ഷികളാണെന്ന് പറഞ്ഞതിനെ സമീകരിക്കുകയാണ് ചെയ്തത്. CPM-നോടുള്ള അതേ കാർക്കശ്യം അങ്ങയുടെ ഭാഷയിൽ വരുന്നില്ല, അത് അങ്ങയുടെ സ്വാതന്ത്ര്യം. കൂടാതെ അങ്ങ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ലാർജർ കോൺസ്പിറസിയുടെ കാര്യം, അത് മോദി സർക്കാർ ഒത്തുകളിക്കുന്നുവെന്ന്. ലാർജർ കോൺസ്പിറസിയുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഈ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പലവട്ടം കേന്ദ്രത്തിലേക്ക് കത്തെഴുതിയൊരു കാര്യവും അങ്ങേക്ക് അറിയുമല്ലോ. അത് മാറാടുമായി ബന്ധപ്പെട്ടാണ്. അതിലും ഒരു അന്വേഷണം ആ രൂപത്തിൽ ഉണ്ടായില്ല. അത് ആർക്ക് ഗുണകരമായിട്ടുണ്ടാകുമെന്നത് നമ്മുടെ എല്ലാവരുടെയും ആലോചനയ്ക്കാൻ വിടുന്നു. പിന്നെ ഏറ്റവും ഒടുവിലായി അങ്ങ് പറഞ്ഞ ഈ പരിയാരത്തെ ഈ കൃത്രിമ രീതിയിൽ എങ്ങനെയൊക്കെയാണ് അവിടെ വോട്ടെടുപ്പ് നടന്നത് എന്നത്, അതിൻ്റെ വസ്തുതയെ ഞാൻ നിഷേധിക്കുന്നില്ല. അങ്ങ് പറഞ്ഞതിനെ വസ്തുതാ വിരുദ്ധമാണെന്ന് പറയുന്നില്ല. പക്ഷേ അങ്ങ് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു വീഡിയോ കണ്ടു കാണും. കർണാടകത്തിലെ ആഭ്യന്തരമന്ത്രി G. പരമേശ്വരയെ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഏത് രൂപത്തിലാണ് കോൺഗ്രസിൻ്റെ ഈ വോട്ടിംഗ് മെഷീനൊക്കെ വരുന്നതിന് മുൻപ് എങ്ങനെയാണ് ഇലക്ഷൻ റിഗ്ഗിങ് നടന്നിട്ടുള്ളത്. ചില ആളുകളുടെ പേര് തന്നെ അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്, അയാളിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ ചേർന്നിരുന്നിട്ടാണ് തുടർച്ചയായി ഈ സീൽ വെച്ച് കുത്തുകയായിരുന്നു. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നവരെയാണ് നമ്മൾ ജയിപ്പിച്ചുകൊണ്ടിരുന്നത് എന്ന്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പൊതുമണ്ഡലത്തിലുണ്ട്. ഞാൻ അങ്ങ് പറഞ്ഞ ഈ പറയുന്ന പരിഹാരത്തെ ചുരുക്കി കണ്ടുകൊണ്ടല്ല കേട്ടോ പറയുന്നത്. ഒരേ തൂവൽ പക്ഷികളെന്ന് പറയുന്നത് CPM-ഉം BJP മാത്രമാണോ എന്ന് സംശയം വരുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ പൊതുമണ്ഡലത്തിലുണ്ട്. അത്രേ ഞാൻ പറഞ്ഞോളൂ. ശരി, ശ്രീ നവാസ്, ഇവിടെ ഈ സദാനന്ദന്റെ കാര്യം പറഞ്ഞല്ലോ. സദാനന്ദൻ പറയുകയുണ്ടായി, വലിയ നീതിയാണ് കിട്ടിയിരിക്കുന്നത് എന്ന്. 31 വർഷത്തിന് ശേഷം ഇവരെയൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയപ്പോൾ, ജയിലിലേക്ക് ആക്കിയപ്പോൾ വൈകിയാണ് നീതി വന്നതെന്നും പറയുന്നു. സ്വന്തം നീതി ആദ്യം തന്നെ സദാനന്ദൻ സ്വന്തം രൂപത്തിൽ തന്നെ നേടിയെടുത്തിരുന്നില്ലേ? സദാനന്ദൻ അന്നത്തെ വാക്കുകൾ ഞാനൊന്ന് പറയാം. എൻ്റെ കാലം നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും സുധീഷ് മരിക്കില്ലായിരുന്നു. അതാണ് ആ സംഭവത്തിൻ്റെ യഥാർത്ഥമായ വിലയിരുത്തൽ. അത് ശരിയായിരുന്നോ എന്ന് ചോദിച്ചാൽ ധാർമ്മികതയും മനുഷ്യത്വവും ഒക്കെ വരുന്ന സമയത്ത് ശരിയല്ല. പക്ഷെ പ്രവർത്തകന്മാർക്ക് സ്വന്തം സംഘടനയുടെ ഒരു ജില്ലാതല ചുമതല വഹിക്കുന്ന ഒരു പ്രവർത്തകനെ 2 കാലും വെട്ടിയിട്ട ഒരവസ്ഥ കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്വാഭാവിക പ്രതികരണം, അതായിരിക്കാം സുധീഷ് വധത്തിൻ്റെ പിന്നിലത്തെ വികാരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നവാസെ, ഇയാൾ സ്വന്തം നിലയിൽ തന്നെ ഒരു കാട്ടുനീതി നടപ്പാക്കി, അത് സ്വന്തമാക്കിയില്ലേ ഈ സദാനന്ദൻ? ഇപ്പോൾ വൈകിയാണ് നീതി കിട്ടിയത് എന്ന് വിലപിക്കുന്ന സദാനന്ദൻ. നവാസെ, അല്ല, സദാനന്ദന്റെ ആ പ്രതികരണത്തെ ന്യായീകരിക്കേണ്ടയോ അതിനനുകൂലമായി നിൽക്കേണ്ടയോ കാര്യം എനിക്കില്ല. ഞാൻ പറയുന്നത് ശ്രീ വേണു, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം എന്ന രീതിയിൽ ഏത് പാർട്ടി ആയാലും, അതിപ്പോൾ BJP ആയാലും ഞങ്ങളുടെ മുസ്ലിം ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും CPM ആയാലും, നേതൃത്വം കാണിക്കേണ്ട ഒരു പക്വതയുണ്ട്, ഒരു പാകതയുണ്ട്. അത് നേതൃത്വം അണികൾക്ക് കാണിച്ചു കൊടുക്കേണ്ട ഒന്നാണ്. ഇപ്പോൾ സദാനന്ദൻ്റെ തൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞ വാചകം 2 കാലുകൾ മുറിക്കപ്പെട്ട ഒരു ആളുടെ നേതാവിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന അണികൾക്കുണ്ടാകുന്ന സ്വാഭാവികമായ വികാരം എന്നതാണ്. അങ്ങനെ അല്ല, അതല്ലാതെയും കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നതിന് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണമുണ്ട്. ഞങ്ങളുടെ നേതാവ് ശ്രീമാൻ CH മുഹമ്മദ് കോയ സാഹിബിനെ കണ്ണൂരിൽ വെച്ച് ആസിഡ് ബോംബ് എറിഞ്ഞൊരു ചരിത്രം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ആസിഫ് അലി സാറിനൊക്കെ അത് കൃത്യമായി പറയാൻ വേണ്ടി കഴിയും. ആ സമയത്ത് പ്രവർത്തകർ, അന്ന് ഇത്ര വലിയ ന്യൂസ് നെറ്റ്വർക്കുകളൊന്നും ഇല്ലാത്തൊരു സമയത്ത് വാർത്ത കാട്ടുതീ പോലെ പരക്കുന്ന ഒരു ഘട്ടത്തിൽ തലശ്ശേരിയിൽ വെച്ച് വാർത്ത കാട്ടുതീ പോലെ പരക്കുന്നൊരു ഘട്ടത്തിൽ പ്രവർത്തകർ വലിയ പ്രയാസം അനുഭവിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് കോഴിക്കോട് കടപ്പുറത്ത് ഞങ്ങളുടെ സമ്മേളനം നടക്കുന്നു. CH സമ്മേളനത്തിലെത്താൻ വഴുകുന്നു, പ്രവർത്തകർ വൈകാരികമാകുന്നു. ആ സമയത്ത് പരിക്ക് പറ്റിയ CH പരിക്കോട് കൂടിയ വേദിയിൽ വന്നിട്ട് അദ്ദേഹം നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക് മാതൃകയാണത്. CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞത്, എൻ്റെ നേതാവ് അവിടെ വെച്ച് പറഞ്ഞത്, എന്നെ ആരോ ആസിഡ് ബോംബ് എറിഞ്ഞെന്ന വാർത്ത കേട്ട് നിങ്ങൾ അസ്വസ്ഥരാണെന്ന് അറിയാം, പക്ഷേ ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഇനി ഒരു കലാപം ഉണ്ടാകരുത്, ഒരു പ്രശ്നം ഉണ്ടാകരുത്. ഞാൻ ഈ വേദിയിൽ വന്നത് എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ. അതും ഒരു മാതൃകകളുണ്ട്. 48 മുതലുള്ള മാതൃകകളുണ്ട്. അതവിടെ നിൽക്കട്ടെ, അതല്ല ചോദ്യം. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ സദാനന്ദനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ആ ഭാഗത്തെ പറ്റി ഞാൻ പറയേണ്ടതില്ലല്ലോ എന്ന് പറയുന്നു? നിങ്ങൾ പറയണം. കാരണം നിങ്ങൾ റെജി ലൂക്കോസിനോട് അത്ര ശക്തമായി പറഞ്ഞില്ലേ. ഇത് പ്രേക്ഷകർ കേൾക്കുന്നതാണ്. പൊതുമണ്ഡലത്തിൽ അതിന്റെ വിശദീകരണങ്ങൾ വേണമെന്ന്. നവാസെ, എന്റെ കാലം നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും സുധീഷ് മരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ആരാരുടെ ആരാച്ചാരായി എന്നാണ് സ്വയം പറയുന്നത്. ഇത് ആ ഘട്ടത്തിലാണ് കേട്ടോ.
ഈ രണ്ട് കാലുകളും നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള ആ ശ്രീ വേണു, സംഭവങ്ങളുടെയൊക്കെ ചൂടാറാത്ത ഘട്ടത്തിലാണ്. അല്ല വേണു, ഞാൻ പറയുന്നത് സദാനന്ദന്റെ വാക്കുകളെ ഞാൻ പിന്തുണയ്ക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ വാദം അത് തെറ്റാണ്, അത് ന്യായീകരിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അത് ന്യായീകരിക്കേണ്ട കാര്യവും ഞങ്ങൾക്കില്ല. കാല് നഷ്ടപ്പെട്ടു പോയ മറ്റൊരുത്തന്റെ കാലെടുക്കുന്നു ഇവരെ തീരുമാനിച്ചാൽ പിന്നെ ഇവിടെ എന്തിനാ നിയമം? ജീവൻ തന്നെ എടുത്തില്ലേ? കേരളത്തിൽ ഇപ്പൊ നിങ്ങൾ 37 വെട്ട്. അതെ, ഞാൻ പറയുന്നത് സുധീഷ് ധൈര്യപൂർവ്വം അവിടെ താമസിച്ചതിന്റെ കാര്യം ജീവൻ എടുക്കാനും. അല്ല, ഒരു സെക്കൻഡ് നവാസേ, എന്നെ അറിയുന്നതല്ലേ ആ നാട്ടുകാർ. അതുകൊണ്ട് തന്നെ എനിക്കൊരു ജീവഭയമില്ലാതെ അവിടെ പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് സുധീഷ് കരുതിയിരുന്നത്. അതുകൊണ്ടാണ് സുധീഷ് ഇപ്പൊ നിങ്ങളൊക്കെ പറയുന്നത് പോലെ കോടതിയിലേക്ക് പോവുകയോ പ്രൊട്ടക്ഷൻ വാങ്ങിക്കുകയോ ഒന്നും ചെയ്യാതെ അവിടെ നിന്നത്. അല്ല ശ്രീ വേണു, അതാണ് ഞാൻ പറഞ്ഞത്. രാജ്യത്തൊരു നീതിയും വ്യവസ്ഥയൊക്കെ ഉണ്ട്, അതിനെ പാലിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാകേണ്ടതുണ്ട്. അത് BJP നേതാവായാലും CPM നേതാവായാലും അങ്ങനെ തന്നെ ചെയ്യണം. അത് സദാനന്ദന് മറ്റൊരു നിയമവും റെജി ലൂക്കോസിനോ PK നവാസിനോ മറ്റൊരു നിയമമൊന്നുമല്ല. രാജ്യത്തെല്ലായിടത്തും ഒരേ നിയമമാണ്. രാജ്യത്തൊരു ഒരു അനീതി സംഭവിച്ചാൽ, അക്രമം സംഭവിച്ചാൽ അതിന് പോലീസ് കേസെടുക്കും, അതിന് സ്വാഭാവികമായി കോടതിയിലെത്തും, കോടതിയിൽ നിന്നൊരു വിധി പ്രഖ്യാപനം ഉണ്ടാവും. എന്നാൽ അങ്ങനെ ഉണ്ടാകുന്ന വിധി പ്രഖ്യാപനത്തെ പോലും തള്ളിക്കളയുന്നു വന്നതാണ് നിങ്ങൾ ശൈലജ ടീച്ചറുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവരുടെ സ്റ്റേറ്റ്മെന്റ് കാണും, എനിക്ക് കൗതുകം തോന്നിയൊരു കാര്യമുണ്ട്. അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് P ജയരാജൻ ഏറ്റുപറയുകയും ചെയ്തു. കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിരപരാധിയും അപരാധിയുമാക്കുക. ഇവിടെ അദ്ദേഹത്തെ അപരാധിയാക്കിയിരിക്കുന്നു, പക്ഷേ അദ്ദേഹം ഒരു തെറ്റുകാരനല്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വേണു, ഇതെന്ത് സ്റ്റേറ്റ്മെന്റാണ്? ഈ സ്റ്റേറ്റ്മെന്റ് എന്തിന്റെ അടിസ്ഥാനത്തിൽ റെജി ലൂക്കോസ് ന്യായീകരിക്കാൻ വേണ്ടി പോകുന്നത്? ശരി, ഞാൻ വീണ്ടും വായിച്ചു. അതിൽ സംശയമില്ല. അവിടെയാണ് P ജയരാജൻ കുറെ കൂടെ കൃത്യമായിട്ട് പറഞ്ഞത്. എന്താണ് ഇതുപോലെ വേണു അങ്ങനെ നിസ്സാരമായി കാണരുത്. അതൊരു അപാകതയല്ല, അപകടകരമായ സ്റ്റേറ്റ്മെന്റ്. ഒരു തലമുറക്ക് അപകടകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു പാർട്ടി നേതാവ് നൽകുന്നു. ശരി, ഈ സ്റ്റേറ്റ്മെന്റ് ഏറ്റുപിടിച്ചാണ് വരും തലമുറ വരിക. അത് അപാകതയല്ല, കുറ്റകരമായ അനാസ്ഥയാണ്, തിരുത്തപ്പെടേണ്ടത്. ശരി, പക്ഷെ അവിടെയും ശൈല ടീച്ചർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പറയുന്ന കുഞ്ഞികൃഷ്ണ മാഷൊന്നും ആ ഭാഗത്ത് തന്നെ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പോ ഈ പറയുന്ന കോടതിയുടെ കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ എപ്പോഴും നീതിപൂർവമായിരിക്കണമെന്നില്ല. കോടതിയുടെ കണ്ടെത്തലുകൾ എപ്പോഴും പൂർണ്ണമായും നീതിപൂർവമായിരിക്കണമെന്നില്ല. പിന്നെ പലപ്പോഴും കോടതികൾ തന്നെ അവരുടെ ഉത്തരവുകൾ തിരുത്തുന്ന ഘട്ടം വന്നിട്ടുമുണ്ട്. അതൊക്കെ നമ്മുടെ മുന്നിലുള്ളതാണ്. അല്ലല്ല വേണു, ഈ കേസിന്റെ ട്രാക്ക് റെക്കോർഡ് ഒരു കേസ് മാത്രം വെച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. അടിയന്തരാവസ്ഥ കാലത്തെ സംബന്ധിച്ച് കുറ്റസമ്മതം എത്ര പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് സുപ്രീം കോടതി പറഞ്ഞത്. എത്ര പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട്, അതിനിടയിൽ ഇടിമുറികളിൽ എത്ര ജീവൻ ഒടുങ്ങിപ്പോയിട്ടുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, അവസാനമായി അങ്ങയുടെ മറുപടിയുടെ ചർച്ച അവസാനിപ്പിക്കാം വളരെ വേഗം. നവാസിന്റെ ഒരു ഗതികേട് ഓർത്തപ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു. കാരണം നവാസിനെ RSSനെയോ BJP വിമർശിക്കാനായിട്ട് കൈയും കാലും പറയ്ക്കുക. എൻ്റെ നവാസ്, നിങ്ങൾ ആലോചിക്കണം, ഈ സദാനന്ദ മാഷ് ജനാർദ്ദനെ കുറിച്ച് വെച്ചപ്പോൾ ഞാൻ ആദരിക്കുന്ന ബഹുമാനപ്പെട്ട ആസിഫ് അലി സാർ പോലും അതിനൊരു മറുപടി പറഞ്ഞില്ല. മാത്രമല്ല, ഈ സദാനന്ദന്റെ കാല് വെട്ടിയെ ബന്ധപ്പെട്ട് 2 യുവാക്കളെ കൊന്നു. സുധീഷിനെ മാത്രമല്ല, സുധീഷിന്റെ കൊലപാതകത്തിൽ ഈ സദാനന്ദ മാഷ് പറഞ്ഞ മറുപടി എന്താ? എന്റെ കാല് വെട്ടിയില്ലായിരുന്നെങ്കിൽ സുധീഷ് ഇപ്പൊ ജീവിച്ചിരുന്നുള്ളൂ. സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞത്, കുറ്റ്യാടിക്കും കല്ലാച്ചിക്കും സമീപം നിങ്ങൾ കൊന്നു തള്ളിയ ചെറുപ്പക്കാരല്ലേ, കൊന്നു തള്ളിയവര്. അവസാനം നിങ്ങളുടെ നേതാക്കന്മാരെ അവിടെ പോയി സംസാരിച്ചെന്താ? പിന്നീട് കോടതി കണ്ടെത്തിയവരെ ശിക്ഷിച്ച സംഭവം എന്താ? നിങ്ങൾ നീതിമാന്മാരാവുകയാണ്. ലജ്ജയില്ല. 12ഓളം CPM-കാരെ നിങ്ങൾ വെട്ടിക്കൊന്നിട്ടില്ലേ കേരളത്തിൽ? നിങ്ങൾ എന്ത് മറുപടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് ലജ്ജയില്ല? ഈ BJP-നെയും RSSനെയും ഇത്ര നഗ്നമായിട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം കണ്ണൂരിൽ CPM-ഉം BJP-യും തമ്മിൽ ഒരു സെക്കൻഡ് റെജി ലൂക്കോസ്, മോദി പ്രധാനമന്ത്രി ആയതിനു ശേഷമാണല്ലോ പിണറായി മുഖ്യമന്ത്രിയായത്. അതിനുശേഷം കണ്ണൂരിൽ CPM BJP രാഷ്ട്രീയ കൊലപാതകങ്ങളില്ല. പിന്നെ നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ നെഞ്ചത്ത് കയറി ജീവനെടുത്തത് MSFകാരുടെയും കോൺഗ്രസ്സുകാരുടെയും യൂത്ത് കോൺഗ്രസ്സുകാരുടെയും ഒക്കെയാണ്. വേഗം നവാസ്, എനിക്ക് ആസഫ് സാറിലേക്ക് ഒന്ന് പോകണം. വേഗം നവാസ്. എന്ന് പറയുന്ന 20 വയസ്സുകാരനായ നരേന്ദ്രമോദി ഭരിക്കുന്ന CPM ഞങ്ങളൊക്കെ ജീവിക്കുന്നത് അതങ്ങ് മടക്കി കൈ വെച്ചാൽ ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണ്. ശരി അല്ലല്ല, മോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ കാലത്ത് എന്തുകൊണ്ടാണ് BJP-യും CPM-ഉം രാഷ്ട്രീയ കൊലപാതകം തുച്ഛിട്ട പോലെ നിർത്തിയത് എന്നത് റെജി ആർക്ക് മുട്ടിടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ്.
കൊലപാതകങ്ങൾ ഉണ്ടാകണമെന്നല്ല, മുട്ടിടിക്കുന്നത് ആർക്കാണ് എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അവസാനമായി ആസിഫ് അലി സാർ, അങ്ങയുടെ വാക്കുകളുടെ ഈ ചർച്ച അവസാനിപ്പിക്കാം, സമയം കഴിയുകയാണ്, വേഗം. അല്ല, സദാനന്ദ മാഷ് പറഞ്ഞ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് വളരെ സീരിയസ് ആണ്. അത് ഒരു ഫെർദർ ഇൻവെസ്റ്റിഗേഷന് കൂടി കാരണമാണ്. കാരണം എം മണി വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് 1, 2, 3 അടിസ്ഥാനത്തിൽ ഒരു ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരുന്നു. അതുപോലെ ഈ ഗവൺമെന്റ് ഈ സുധീഷിന്റെ കാര്യത്തിൽ ഇത് അന്ന് പറഞ്ഞതാണ് സാർ, ഇത് അന്ന് പറഞ്ഞതാണ്. പ്രതികളെ കണ്ടെത്താൻ ഇനിയും അവസരമുണ്ടെങ്കിൽ അതൊരു വെളിപ്പെടുത്തലാണല്ലോ. ആ വെളിപ്പെടുത്തൽ ഇപ്പോൾ പുറത്തു വന്നാൽ ഞാൻ അതിനെതിരാണ്. അതൊരിക്കലും ആ കാറ്റഗറിയിൽ വരുന്നവരെ അല്ല. സർദാർ KM പണിക്കർ പോലുള്ള മഹാരഥന്മാരെ നോമിനേറ്റ് ചെയ്ത ലതാ മങ്കേഷ്കർ, സർദാർ KM പണിക്കർ, ശാസ്ത്രജ്ഞന്മാർ, ചിന്തകന്മാർ, അവർക്കൊരു ജോലി കൊടുത്ത സർക്കാരിൽ ഒരു വ്യക്തിമായ നിലയിൽ. ജനാർദ്ദനെ ആക്രമിച്ചത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. ജനാർദ്ദന്റെ പ്രസ്താവന ഞാൻ ശരിവെക്കുന്നതാണ്. കാരണം ജനാർദ്ദൻ ഒരു വിക്ടിം ഓഫ് ക്രൈമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഗവൺമെന്റ് ഈ സുധീഷ് വധത്തിന്റെ യഥാർത്ഥ പ്രതികളിലേക്ക് ഇനിയും ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ പക്ഷെ അപ്പോഴും എല്ലാ ബഹുമാനത്തോടെയും പറയാം CPM-നെ വിമർശിക്കുന്ന കാർക്കശ്യം സദാനന്ദന്റെ കാര്യം വരുമ്പോൾ ഉണ്ടായില്ല എന്നതാണ് ഇവിടെ റജീം ചൂണ്ടിക്കാട്ടിയത്. അവിടെ ഇപ്പോ ഈ പറയുന്ന CH-ന്റെ കാര്യമൊക്കെ പറയുമ്പോൾ അത് വലിയ 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 നിലപാട് തന്നെയാണ് നവാസെ. പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടവരെ പറ്റി കൂടി പറയാൻ ഉണ്ടാകണം. ആ സമയത്ത് ഈ പറയുന്ന മാതൃകാപരമായ മാഹാത്മ്യങ്ങൾ മാത്രമല്ല ഓർക്കേണ്ടത് എന്നൊരു വിഷയം അവിടെ കിടക്കുന്നുണ്ട്. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.